ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാധു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവൾ കുളിക്കുന്ന ഇടത്തുനിന്ന് ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ചേച്ചി വിളിച്ചായിരുന്നു, ചേച്ചി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരിവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മാധുവിനെ എടുത്ത് ഓടിയതാണ്. കാര്യം വേറെ ഒന്നുമല്ല, ചേച്ചി പുതിയ കാർ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതായിട്ടാണ് വരുന്നത്. അപ്പോൾ ചേച്ചി ഡ്രൈവ് ചെയ്യുന്നത് ആദ്യമായിട്ട് കാണാനുള്ള ത്വര കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നതാണ്. കാറെടുത്ത് കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് കാറ് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെയും കൂടെ കൂട്ടിയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞങ്ങൾ നാളെയാണ് ഗുരുവായൂർ പോണേ. അങ്ങനെ ദേ അവരെത്തിക്കഴിഞ്ഞു. വണ്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ജോമോൻ വണ്ടി എടുക്കുന്ന സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയൊക്കെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. പഞ്ചാണ് കേട്ടോ വണ്ടി. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിൽവർ കളറാണ്. ഇന്ന് കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവരെത്തുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ നല്ല ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവർ പോയി കഴിഞ്ഞാൽ ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ ആയിരിക്കും. അപ്പോൾ ഇതാ ഞങ്ങളുടെ ബഹളങ്ങൾ വന്നു. ആദ്യമൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്നെയും അമ്മേനെയും പൊതിയിലായിരുന്നു ഇവരുടെ മെയിൻ. കാറിൽ നിന്ന് അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കും. ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എല്ലാവരും മാധുവിനെയാണ് എടുക്കുക. അച്ചുട്ടി വന്നപ്പോഴേ മാധുവിനെ തൂക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആർക്കും കൊടുക്കില്ല. അങ്ങനെ വന്ന പാടെ റിച്ചുവും അക്കുവും കൂടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ കേട്ടോ. അമ്മ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാതെ ഇരിക്കുവാണ്. ഇവിടെ പിന്നെ കളി തുടങ്ങി. ഇപ്പോഴാണ് അച്ചുട്ടിക്ക് മാധുവിനെ കളിക്കാൻ പാകത്തിലൊന്ന് ആയത്. അതുകൊണ്ട് അവർ നല്ല കളിയാണ്. അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തറവാട്ടമ്പലമാണ് അത്, അവിടെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവർ വരുമ്പോഴൊക്കെ എൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ കൂടെയൊക്കെ വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ വരാറുണ്ട്. അവർക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളുടെ കൂടെ വരാൻ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ചേച്ചിയും കുട്ടികളും മാധുവും അമ്മയും ഞാനും എല്ലാവരും ഉണ്ട്. കൂട്ടത്തോടെ വിളക്ക് വയ്ക്കാൻ വേണ്ടി വന്നേക്കാം. ഇത് അട്ടൗസറെ പിടിച്ചോണ്ട് അമ്മായും മാധുവും വരുന്നു ഗൈസ്. മാധു ഹായ്, മാധു ഹായ് പറ. ആരാണ് അക്കു? അക്കു എങ്ങനെ വിളിക്കുക? അക്കു എങ്ങനെ വിളിക്കുക? അക്കു 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 റെസ്പെക്റ്റ് എങ്ങനെ വിളിക്കുന്നില്ല? അക്കു 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 വിട്ടുപോ, അക്കു വിട്ടുപോ, സാർ തന്നെ വിട്ടുപോ. അച്ചുട്ടി എവിടെ? അക്കൂന്ന് പറഞ്ഞിട്ട് അച്ചുട്ടീനെ വിളിക്കണത്. അങ്ങനെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. നാളെ രാവിലെ നേരത്തെ പോകണം. അതുകൊണ്ട് തന്നെ ചിലരൊക്കെ ഉറങ്ങി. അമ്മതേ കിടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അച്ചു രാവിലെ വന്നപ്പോൾ തൊട്ടേ മാധുവിൻ്റെ ഈ തൊട്ടിയിലായിരുന്നു. ഇപ്പോഴും അത് തന്നെ, ഉറങ്ങിയിട്ടില്ല. ആസ് യൂഷ്വൽ ജോമോൻ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോൺ കണ്ടിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി. ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് 3 മണിക്ക് എണീറ്റ് 4 മണിക്ക് ഇറങ്ങണം എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി വന്നപ്പോഴേക്കും സമയം കുറച്ചായിരുന്നു. ഞങ്ങൾ 5 മണി ഒക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. അങ്ങനെ ഏതാണ്ട് നമ്മൾ ഗുരുവായൂർ എത്താറായിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ കാറിൽ സുഖമായിരുന്നു പോവാൻ. ക്ഷീണമൊന്നും അങ്ങനെ തോന്നിയില്ല. മാധു അവളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് എണീറ്റ്. അങ്ങനെ നമ്മളവിടെ എത്തി. ചേച്ചി മുല്ലപ്പൂ വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. മാധു ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ തലയിൽ മുല്ലപ്പൂ വയ്ക്കുന്നത് കണ്ടിട്ട്. അവൾക്കാണെങ്കിൽ മുടിയില്ല, മുല്ലപ്പൂ വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല.
പ്രിയ, നമ്മളെവിടെയാണ് ഇപ്പോ? ഗുരുവായൂർ. നമ്മൾ അവസാനമായിട്ട് ഗുരുവായൂർ വന്നത് മാധുവിൻ്റെ ചോറൂണിനായിരുന്നു. എനിക്ക് അവൾ അവിടെ ഇറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ചോറൂണിന് നമ്മൾ വന്നപ്പോൾ ചെറുതായിരുന്നു. അപ്പോൾ എല്ലാവരും പറയുകയും ചെയ്തു ഇനി അടുത്ത പ്രാവശ്യം ഗുരുവായൂർ വരുമ്പോൾ അവൾ ഇതിലൂടെ ഓടി നടക്കുമെന്ന്. അതുപോലെ തന്നെ അവൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെ വിട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഓടി നടക്കുകയായിരുന്നു. എല്ലാ കടകളിലും കയറി ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു, ഓരോ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോരൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ചെറുതാവുമ്പോൾ അവളെ കയ്യിലെടുത്ത് ഇങ്ങനെ നടന്നാൽ മതിയായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം അവൾ ഓരോ ടോയ്സൊക്കെ കാണുമ്പോൾ ആവശ്യപ്പെടാൻ തുടങ്ങി, ഓടി നടക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അച്ചുട്ടിയാണ് കേട്ടോ. അവൾ ഒരുപാട് നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നു. അപ്പം എന്നോട് പറയുകയുണ്ടായി ക്യാമറ പിടിച്ചത് ഞാനാണെന്ന് വീഡിയോയിൽ പറയണമെന്നുള്ളത്. അവളെനിക്ക് കുറേ വീഡിയോ ഒക്കെ എടുത്ത് തന്നായിരുന്നു. മാധു അവിടെ എത്തിയ മുതൽ തുടങ്ങിയ നടത്താണ് കേട്ടോ. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു പോരുന്നവരെ അവൾ നടക്കുന്നതായിരുന്നു. നടക്കാൻ പഠിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ഓട്ടം തന്നെ ഓട്ടം. കുട്ടികളൊക്കെ ഉണ്ടാവുകൊണ്ട് അവളെ നോക്കാൻ ആളായിരുന്നു. അപ്പോൾ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെസിപ്റ്റ് ആക്കിയിട്ട് വെയിറ്റിംഗ് ആണ്. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ വണ്ടികളുണ്ടായിരുന്നു പൂജിക്കാനായിട്ട്. ധാരാളം ബൈക്കും ഇതൊക്കെ പൂജിക്കാൻ കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിൽ നമ്മുടെ കാറും ഉണ്ട്. അങ്ങനെ കുറച്ചധികം സമയത്തെ വെയിറ്റിങ്ങിന് ശേഷം വണ്ടി എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലേ, നമ്മൾ വീട്ടിൽ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിക്കുക, അത് പൂജിക്കാൻ കൊണ്ടുവരിക. നമ്മുടെ വീട്ടിൽ വേറൊരു അംഗം വന്നതുപോലെ ആയിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ പൂജാരി പൂജിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ പൂജയെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ്. എല്ലാവരും വിശന്നിരിക്കുകയാണ്. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ വണ്ടി പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പോവാണ്. ഇനി തിരിച്ചു പോവാണ്. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല. നാലരക്ക് നീറ്റോ? ഞങ്ങൾ 3:30 നീറ്റു. 3:30 നീ 3:30 എണീറ്റത്.